തീർത്തും വാശിയേറിയ പോരാട്ടമായിരുന്നു ഇന്ന് കലിംഗയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ഓപ്പൺ ചാൻസുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെഡോർ ആയിരുന്നു. പിന്നീട് മത്സരം അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കൺസീഡ് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ എല്ലാ താരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ ഫുൾ എഫേർട്ട് ഇട്ട് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന് 90 മിനിറ്റ് കഴിയുമ്പോൾ 1-1 എന്ന സ്കോറിലായിരുന്നു അവസാനിച്ചത്. പിന്നീട് അങ്ങോട്ട് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൈവിട്ടു പോവുകയായിരുന്നു. മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിലാണ് റോയ് കൃഷ്ണയുടെ അസിസ്റ്റിലൂടെ ഐസക് ഒഡീഷയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നത്. ലൂൺ അടക്കമുള്ള പ്ലേയേഴ്സൊക്കെ പകരക്കാരായി വന്നെങ്കിലും പിന്നീട് കാര്യമായിട്ടൊന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് അറ്റാക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയെങ്കിലും ഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യാമായിരുന്നു. എന്നാൽ ഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. മറുഭാഗത്ത് ഒഡീഷ എഫ്സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള അമരീന്ദർ സിംഗിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക ഷോട്ടുകളും അമരീന്ദർ സിംഗ് ആയിരുന്നു സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർത്തും നിരാശ നൽകിയ മറ്റൊരു സീസൺ കൂടി അങ്ങനെ കടന്നു പോവുകയാണ്. മത്സരത്തിൽ മോശം റഫറിങ്ങും കൂടിയായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ തിരിച്ചടികളായി. ലാറ ശർമ്മയ്ക്ക് പരിക്കേറ്റത് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി നൽകിയ ഒരു കാര്യമായിരുന്നു. പകരക്കാരനായി വന്ന കരൺജിത് സിംഗ് തീർത്തും നിരാശപ്പെടുത്തി. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക.